പാട്ടുകൾ എപ്പോഴും നമ്മളുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ സിനിമയുടെ പാട്ടുകളും സിനിമയ്ക്കൊക്കെയുള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണല്ലോ. നമ്മളുടെ എന്താ പറയുക, ഡേ ടു ഡേ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് പോലും നമ്മൾ റിലേറ്റ് ചെയ്യുക പലപ്പോഴും സിനിമയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോടുള്ളൊരു ഇഷ്ടമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ വളരെ നമ്മളുടെ ഇവിടുത്തെ പോപ്പുലർ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സിനിമ സംഗീതം തന്നെയാണ്. അപ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വന്ന ആൾ തന്നെയാണ്. 2004 റിയാലിറ്റി ഷോ 3 കോമ്പറ്റീഷനിൽ വിന്നറായിരുന്നു. അപ്പോൾ അതിൽ ഒരു കോമ്പറ്റീഷനിൽ ഫൈനൽ റൗണ്ടിൽ ജഡ്ജായിരുന്നു ശ്രീ എം ജയചന്ദ്രൻ സാറ്. ഇന്നിപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാനൊരു അവസരം കിട്ടുമെന്നോ അതിനിങ്ങനൊരു സമ്മാനം കിട്ടുമെന്നൊന്നും അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ സിനിമയിൽ പാടുക എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ അങ്ങനെ കരുതിയിട്ടില്ല. കാരണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു പ്രൊഫഷൻ അല്ല അത്. ഞാനൊരു സിനിമ പാട്ടുകാരിയാവും അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്ന അവസരങ്ങളെയൊക്കെ അതർവൈസ് ഞാൻ ചെയ്യുന്ന പ്രാക്ടീസിന് കിട്ടുന്ന ഒരു പ്രതിഫലമായിട്ട് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. പിന്നെ സിനിമയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് അവിടെ ഗൈഡ് ചെയ്യാൻ നമ്മളുടെ ഡയറക്ടറുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്, ലിറിസിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് തരുന്നതിനനുസരിച്ചിട്ട് നമ്മളാൽ കഴിയുന്ന വിധം ആ സിറ്റുവേഷന് വേണ്ടിയിട്ടും പറയുന്ന മോഡുലേഷൻസിനനുസരിച്ചിട്ടൊക്കെ നമ്മളെ ശബ്ദം എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ ചെയ്യാം എന്നാൽ എൻ്റെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോയി നല്ല അവസരങ്ങൾ വരുമ്പോൾ സന്തോഷമായിട്ട് എല്ലാ പാട്ടുകളും നമ്മളല്ലല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്യുന്നത് പാട്ടുകൾ പാടാൻ, അല്ലെങ്കിൽ നമ്മൾ പാട്ടുകൾ ചൂസ് ചെയ്യുമെന്നല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സിനിമയിലെ പാട്ടുകൾ എപ്പോഴും ഒരു ആദ്യത്തെ നമ്മൾ ലക്ഷ്യമായിട്ട് വെക്കാണ്ട് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നാൽ സിനിമയിലുള്ള പാട്ടുകൾ അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ഒട്ടും ഫ്രസ്ട്രേഷൻസ് ഒന്നും ഉണ്ടാവില്ല, അവസരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ആധികൾ ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സിനിമകളുടെ എണ്ണം കൂടുതലാണ്, അതുപോലെ പാട്ടുകളുടെ എണ്ണം കൂടുതലാണ്, പല തരത്തിലുള്ള പാട്ടുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗായകരെ വളരെ കൃത്യമായിട്ട് ഇന്ന തരത്തിലുള്ള പാട്ടുകൾ അവരവരുടെ സ്റ്റൈലിലുള്ള പാട്ടുകൾ പാടാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലതുമാണ്. ഇപ്പം ചില സമയത്തൊക്കെ ഒരു പാട്ട് തന്നെ കുറേ ആളുകളെ കൊണ്ട് പാടിച്ച് ഒരാളുടെ വോയിസ് ഫൈനൽ ചെയ്യുന്നൊരു രീതിയൊക്കെ ഇപ്പം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൃത്യമായിട്ടുള്ള ആളുകളെ അതിന് കിട്ടും. ഇപ്പം നമ്മളുടെ അവസരങ്ങളെക്കുറിച്ച് മാത്രമല്ലല്ലോ ആലോചിക്കേണ്ടത്. ഇപ്പം ഞാൻ പാടേണ്ട പാട്ടുകളും പാടണ്ടാത്ത പാട്ടുകളും ഉണ്ടായിരിക്കുമല്ലോ. ഒരു പാട്ട് എപ്പോഴും അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളാണ് പാടേണ്ടത്. അങ്ങനെ മാത്രമേ ജനറലി മ്യൂസിക് വളരെ ഇമ്പ്രൂവ്ഡ് ആവുള്ളൂ. നമ്മൾ മ്യൂസിക് ഇപ്പം പാട്ടുകാരാണെങ്കിൽ പാട്ട് പാടുന്നവർ മാത്രമല്ല, നമ്മൾ പാട്ട് ആസ്വദിക്കുന്നവരും കൂടിയാണ്. അപ്പം നല്ല പാട്ടുകൾ നമുക്ക് കേൾക്കുകയും കൂടി വേണം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അതിശയനായിരുന്നു. അതിൽ അൽഫോൻസേട്ടൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഉള്ള പാട്ടാണ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. ആ അവസരം എനിക്ക് കിട്ടുന്നത് വിനയൻ സാറിൻ്റെ വൈഫാണ്. അന്നത്തെ ടി വിയിൽ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കണ്ട നീനാൻ്റിയുടെ ഒരു റെക്കമെൻഡേഷനിലാണ് ഞാൻ ആദ്യത്തെ പാട്ട് പാടുന്നത്. അതിശയന് ശേഷം ഒരു കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെ പാടണേ ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമയിൽ VKP സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം സത്യത്തിൽ 4 ഭാഷകളിലും കൂടി ആയിട്ടൊരു 50ഓളം ചിത്രങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ കുറേ പാട്ടുകൾ പോപ്പുലർ ആവുകയും ചെയ്തു. ഇപ്പോൾ എൽസമ്മ എന്ന ആൺകുട്ടിയും ട്രാഫിക്കും മേരിക്കുണ്ടൊരു കുഞ്ഞാട് ഈ അടുത്ത കാലത്ത് ഒക്കെ ഓരോ തരത്തിലുള്ള പാട്ടുകളായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും സെല്ലുലോയിഡ് ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. കമൽ സാറിനെ പോലെയുള്ളൊരു ഡയറക്ടറുടെ അല്ലെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു സിനിമയിൽ എം ജയചന്ദ്രൻ സാറിനെ പോലെ ഈ ഒരു കാലം നമ്മളുടെ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു കോമ്പോസിഷൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിൻ്റെ വളരെ മനോഹരങ്ങളായിട്ടുള്ള വരികൾ, അവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഈ ഒരു ഈണത്തിൻ്റെ ഭാഗമാവാൻ അവസരം കിട്ടി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ജയചന്ദ്രൻ സാറിനോടും കമൽ സാറിനോടൊക്കെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ പാട്ട് പാടിയതിന് ശേഷം സത്യത്തിൽ എല്ലാവരും ആ പാട്ട് ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു സന്തോഷവും എനിക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു സമ്മാനം കൂടി കിട്ടുന്നത്. എല്ലാം കൊണ്ടും വളരെ സന്തോഷമാണ്. ഞാൻ എല്ലാവരോടും ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദി, പിന്നെ അല്ലാണ്ട് എൻ്റെ ഗുരുക്കന്മാർക്കൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥന അറിയിക്കുകയാണ്. സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ എല്ലാ രീതിയിലും ആളുകളും ഇപ്പോൾ പാട്ടുകളെ കുറിച്ച് പറഞ്ഞ മാതിരി തന്നെ ജനങ്ങൾ മുഴുവനും സ്നേഹത്തോടെയും അത്ര അടുപ്പത്തോടെയാണ് സിനിമ കാണുന്നത്. ആ സിനിമയ്ക്ക് മുഴുവനായിട്ട് ഒരുപാട് അംഗീകാരങ്ങൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ എം ജയചന്ദ്രൻ സാറിൻ്റെ 6ാമത്തെ അവാർഡാണിത്. പിന്നെ ശ്രീരാമേട്ടനും എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള വിജയലക്ഷ്മിയും അതിമനോഹരമായി പാടി ആളുകൾ ഇപ്പോൾ തന്നെ മൂളി നടക്കുന്ന പാട്ടാണ് കാറ്റേ കാറ്റേ. ആ പാട്ടിനും പ്രത്യേക പരാമർശമുണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുമ്പം ആ സന്തോഷത്തിൻ്റെ ഭാഗമായി കൂടുതൽ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ഞാൻ അറിയുന്നുണ്ട് ഇപ്പോൾ.